മന്ത്രി വീണ ജോർജിന് കുവൈറ്റ് യാത്രയ്ക്ക് അനുമതി നിഷേധിച്ചതിൽ മുഖ്യമന്ത്രി പ്രതിഷേധിച്ച് പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാത്തത് ദൗർഭാഗ്യകരം എന്ന കത്തിൽ പറയുന്നു. MG പ്രതീഷ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കുവൈറ്റിലേക്ക് അയക്കാൻ തീരുമാനിച്ചത്. ഈ രാത്രിയോടുകൂടി തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വീണ ജോർജ് എത്തുമ്പോഴാണ് പൊളിറ്റിക്കൽ ക്ലിയറൻസ് ലഭിച്ചില്ല എന്നുള്ള വിവരം അറിയുന്നത്. അതേ തുടർന്ന് ആരോഗ്യമന്ത്രിക്ക് കുവൈറ്റിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. ഈ പ്രതിഷേധമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രിയെ അറിയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ ഒരു അതൃപ്തി പ്രധാനമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. ഈ വീണ ജോർജിന് പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാത്ത സംഭവം ദൗർഭാഗ്യകരമെന്നതാണ് ഈ കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. കുവൈറ്റിലെ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കും ഒപ്പം പരിക്കേറ്റവർക്കും ആശ്വാസം നൽകുന്ന ഒരു തീരുമാനമായിരുന്നു തുടർ നടപടികൾക്കായി വീണ ജോർജിനെ കുവൈറ്റിലേക്ക് അയച്ചത്. പക്ഷേ ഇതിന് അനുമതി ലഭിക്കാത്തത് വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമായി പോയി എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഭാവിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇത്തരം പ്രവർത്തികൾ ആവർത്തിക്കാതിരിക്കാനും ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ഒരു നടപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നുമാണ് മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ കേന്ദ്ര സർക്കാരുകളും സംസ്ഥാന സർക്കാരുകളും തമ്മിൽ ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി കത്തിൽ പറയുന്നുണ്ട്. എന്തായാലും വലിയ വിമർശനമായിരുന്നു അന്ന് വീണ ജോർജിന് അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് ഉണ്ടായത്. പ്രതിപക്ഷമടക്കം സർക്കാരിനെ പിന്തുണച്ച രംഗത്ത് എത്തിയിരുന്നു. കുവൈറ്റിലെ തുടർ നടപടികൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയും ഈ പരിക്കേറ്റവരുടെ ചികിത്സാ നടപടികൾ ഏകോപിപ്പിക്കുന്നതിനുമായിരുന്നു വീണ ജോർജിനെ ചുമതലപ്പെടുത്തിയിരുന്നത്. പക്ഷേ അവസാന നിമിഷമാണ് കേന്ദ്രത്തിന്റെ പൊളിറ്റിക്കൽ ക്ലിയറൻസ് ലഭിക്കാത്തതിനെ തുടർന്ന് ആ യാത്ര മുടങ്ങിയത്. താങ്ക് യു MG പ്രതീഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.